ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ എന്തായാലും നമ്മുടെ ആനന്ദമാഷി ഇന്ദ്രനോട് പറഞ്ഞിരിക്കുകയാണ്, നിനക്ക് എൻ്റെ മകളുടെ കൂടെ ഇനി ജീവിക്കണമെങ്കിൽ അതിന് നിൻ്റെ അമ്മയെ പേടിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ഒരു ജീവിതത്തിന് എൻ്റെ മകളെ ഞാൻ വിട്ടുതരില്ല. അതുകൊണ്ട് നിനക്ക് അനുപമയുടെ കൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നീ ഇവിടുത്തെ അമ്പലത്തിൽ വെച്ചിട്ട് വീണ്ടും അനുപമയുടെ കഴുത്തിൽ താലി ചാർത്തി നിൻ്റെ അമ്മയുടെ കൺമുന്നിൽ കൂടെ നിൻ്റെ വീട്ടിലേക്ക് തന്നെ നീ കയറണം. അവിടെ തന്നെ നിങ്ങൾ ജീവിക്കണം എന്ന് പറയാം കേട്ടോ. എന്ന് വെച്ചാൽ ഉണ്ടാവുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട്, ഭാര്യയെ സംരക്ഷിച്ചുകൊണ്ട്, അമ്മയെ എതിർത്തുകൊണ്ട് തന്നെ ആ ബന്ധുവായിട്ട് മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ സുശീല അടങ്ങൂ എന്നുള്ളത് അനന്തമാഷിന് അറിയാം. മാത്രമല്ല, അമ്മയുടെ തീരുമാനത്തെ ഇത്രകാലം ഭയഭക്തി ബഹുമാനത്തോടു കൂടി മാത്രം നോക്കിക്കണ്ട ഇന്ദ്രൻ അമ്മ എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന പോലെ കൂട്ടുനിന്ന ഇന്ദ്രൻ അവൻ ഇത് തന്നെയാണ് അർഹിക്കുന്നത് എന്ന് അനന്തമാഷിന് തോന്നിക്കാണും. ഇന്ദ്രൻ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണെങ്കിൽ അമ്മയെ പേടിച്ച് എവിടെയും ഒളിച്ചിരുന്നിട്ടല്ല ജീവിക്കേണ്ടത്, അമ്മയെ എതിർത്തുകൊണ്ട് സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെയാണെന്ന് അനന്തമാഷ് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് എന്തായാലും ഇത്രയും കാലത്തെ ജീവിതത്തിൽ അനന്തമാഷ് എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം ഇത് തന്നെയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഇന്ദ്രൻ അതിനെ ഓക്കെ പറയുകയാണ് ചെയ്തത്. അമ്മയെ പേടിക്കാതെ താൻ അതിന് തയ്യാറാണ് എന്ന് തന്നെയാണ് അനന്തമാഷിനെ അറിയിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവരുടെ വിവാഹം നാളെ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കിക്കൊള്ളാൻ ശബരിയെ വിളിച്ചാണ് നമ്മുടെ അനന്തമാഷ് പറഞ്ഞിരിക്കുന്നത്. ശബരി ആവട്ടെ നമ്മുടെ രഘുവിനോടും ദാസങ്കളിനോടും എല്ലാം കാര്യം പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ വലിയ ഉത്സവത്തിൻ്റെ പ്രതീതിയിലാണ്. ഇതേ സമയം നമ്മുടെ സുശീലാമ്മയാണെങ്കിലോ അമ്പിളിയും ദയയും ചീരും ഒക്കെ നിൽക്കുന്ന വീടുണ്ടല്ലോ, ഭാനുമ്മയുണ്ട് അവിടെ പോയിട്ട് സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ്. അനന്തമാഷിനെ കണ്ടേ താൻ തിരിച്ചു പോകുന്നു. അനന്തമാഷ് അവിടെ ഇല്ലെന്ന് എത്ര പറഞ്ഞിട്ടും നമ്മുടെ സുശീല അതൊന്നും കാര്യമാക്കുന്നില്ല. ഇവരെ അവിടെ അനന്തമാഷിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറഞ്ഞിട്ട് നമ്മുടെ സുശീല പുറത്ത് ചേറിട്ടങ്ങ് ഇരിക്കുകയാണ്. ഒരുപാട് സമയം അവിടെ ഇരുന്ന് ഉറങ്ങിയതിന് ശേഷം പിന്നെ ഒണിഞ്ഞിട്ട് സുശീലയാവട്ടെ ആരെയും കാണുന്നില്ല. പിള്ളേരൊക്കെ ആണെങ്കിലും അകത്ത് കയറി ഡോറ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ സുശീല പിന്നാമ്പറത്തും ഒളിഞ്ഞു നോക്കലും പാത്തു നോക്കലും ഒക്കെ സുശീലയ്ക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയ കഴിവായതുകൊണ്ട് അതിനൊന്ന് ശ്രമിക്കുകയാണ്. പക്ഷെ സുശീലയെ എന്താ പറയുക, കടത്തി വെട്ടിയ ഐറ്റംസ് മാഷിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ദയ സുശീല ജനൽ തുറന്ന് നോക്കിയതും ദയ എന്ത് ചെയ്ത് അടുക്കളയിൽ തിളച്ചുകൊണ്ടിരുന്ന ചൂടുവെള്ളം എടുത്തിട്ട് ഒരു കപ്പിലെടുത്തിട്ട് മുഖത്തേക്ക് അങ്ങ് ഒഴിക്കുക കേട്ടോ. സുശീലയ്ക്ക് ആകെ ചൂടുവെള്ളം മുഖത്ത് വീണിട്ട് പൊള്ളി അയ്യോ ഉവ്വോ എന്നൊക്കെ വിളിച്ച് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ആയിട്ടും എന്നാലും അവിടെ വിട്ട് പോകാൻ മാത്രം സുശീല തയ്യാറല്ല. ഇതേ സമയത്ത് നമ്മുടെ ഇന്ദ്രനാണെങ്കിലോ അനുപമയെ അനന്തമാഷിൻ്റെ അടുത്താക്കിയല്ലോ, വിച്ചു മോനെ അവിടെ ആക്കി. ഇനിയിപ്പോൾ നാളെ കല്യാണമാണല്ലോ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, എന്തായാലും ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. ഓട്ടോറിക്ഷയിൽ അവിടെ വന്ന് ഇറങ്ങി. ഇന്ദ്രൻ്റെ വരവ് കണ്ടതും സത്യനും ശ്യാമും സോനയും പ്രതിഭയും എല്ലാം വലിയ സന്തോഷത്തിലാണ്. സുശീലാമ്മ അവിടെ ഇല്ലല്ലോ, സത്യാഗ്രഹത്തിന് പോയിരിക്കല്ലേ. അങ്ങനെ അവരെല്ലാം ഇന്ദ്രൻ്റെ പിറകെ അനുപമയും മോനും ഇറങ്ങി വരുന്നത് കാണാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് കേട്ടോ, പ്രത്യേകിച്ച് സത്യനും ശ്യാമും. പക്ഷേ അവരെ കാണുന്നില്ല. അപ്പോൾ സത്യൻ ചോദിക്കുകയാണ്, ഏട്ടാ എവിടെ, ഏടത്തിയമ്മയും മോനും എവിടെ, നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത്? അതെ, ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പോയത്, അവർ തൽക്കാലം വന്നിട്ടില്ല എന്ന് പറയാം കേട്ടോ. അത് കേട്ടതും അതെന്താ ഏട്ടാ അങ്ങനെ, നിങ്ങൾ ഒരുമിച്ച്, അമ്മ പറഞ്ഞത് ഏടത്തിയുടെ കൂടെ ഏട്ടൻ പോയി എന്നാണല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇന്ദ്രനാണെങ്കിലോ അമ്മ എവിടെ പോയെന്ന് ചോദിക്കുകയാണ്. അമ്മയുടെ ഇല്ല, ഏട്ടനെ കാണാതെ ഭ്രാന്തായിട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ശേഷം നമ്മുടെ ഇന്ദ്രൻ്റെ സ്വരത്തിലും ഭാവത്തിലും ഒക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ദ്രൻ പെട്ടെന്ന് തന്നെ പറയുകയാണ്, ഞാൻ അനുവിൻ്റെ കൂടെ പോയതല്ല, ഞാനാണ് ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് അനുവിനെയും അതേപോലെ തന്നെ മോനെയും കൂട്ടി പുറപ്പെട്ടതെന്ന് പറയാം കേട്ടോ. ഇതുവരെ പറഞ്ഞൊരു സംസാര രീതിയിലോ ശൈലിയിലോ ഒന്നുമല്ല ഇന്ദ്രൻ അവിടുന്ന് തൻ്റെ അനിയനോടും അനിയത്തിയോടും ആരോടും സംസാരിക്കുന്നത് കേട്ടോ. ഇന്ദ്രൻ ആളാകെ മാറിയിരിക്കുന്നു. ഇനി വീട്ടുകാരോടുള്ള ആറ്റിറ്റ്യൂഡ് അപ്രോച്ചും ഒക്കെ ഇങ്ങനെ ആയിരിക്കുമെന്ന് പറയാതെ പറയുകയാണ് കേട്ടോ. ഇത്രമാത്രം പറഞ്ഞിട്ട് പിന്നെ കാണാതായപ്പോൾ ഏട്ടനൊന്ന് പറഞ്ഞു പോവായിരുന്നില്ലേ എന്നൊക്കെ സോന ചോദിച്ചപ്പോൾ പറഞ്ഞു പോകാൻ മാത്രം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയൊന്നും അല്ലല്ലോ, ഒരു ദിവസം കാണാതായപ്പോഴത്തേക്ക് ഇത്രയ്ക്ക് അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്ദ്രനകത്തേക്ക് പോവുകയാണ് കേട്ടോ. എല്ലാവരും വായും പൊളിച്ച് നോക്കി നിൽക്കുകയാണ്, ഇതിപ്പോൾ എന്തിനുള്ള പുറപ്പാടാന്ന് നോക്കിയിട്ട്. എന്തായാലും അനന്തമാഷ് ആഗ്രഹിച്ച പോലെ ഇന്ദ്രൻ നാളെ അനുപമയുടെ കഴുത്തിൽ താലി കെട്ടും.
അത് കാണാൻ എന്തായാലും സുശീലയും അവിടെ ഉണ്ടാവുകയും ചെയ്യും. സുശീല എന്തായാലും അനന്തമാഷിൻ്റെ വീട്ടിൽ കാത്തുനിന്ന് സത്യാഗ്രഹത്തിന് നിന്നിട്ട് അനന്തമാഷ് പഞ്ചരത്നത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ സുശീല ഒരുപാട് സമയം കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്താനാണ് സാധ്യത. തിരിച്ചെത്തുമ്പോഴാണ് തൻ്റെ സൽപുത്രൻ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാം. ഇന്ദ്രന് ഒരുപാട് എന്താ പറയുക, തൻ്റെ സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് വീഴ്ത്താൻ ശ്രമിക്കുമെങ്കിലും ഇന്ദ്രൻ അതിലൊന്നും വീഴില്ല. ഇവൻ ഇനി അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ സുശീല തന്ത്രം ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. സംയമനത്തിൽ നിൽക്കുക കേട്ടോ. എന്തായാലും കല്യാണം കഴിച്ച് ഇങ്ങോട്ട് തന്നെ അനുപമയും കൂട്ടി കൊണ്ടുവരുന്നുള്ള ആ ഒരു രീതിയിലെത്തുമ്പോൾ കല്യാണത്തിന് കൂട്ടി നിൽക്കേണ്ടി വരികയാണ് സുശീലയ്ക്ക്. പക്ഷേ സുശീല തിരിച്ച് അനുപമ ഈ വീട്ടിൽ കയറിയ പണ്ട് ആവർത്തിച്ചതെല്ലാം വീണ്ടും ആവർത്തിപ്പിക്കുന്നുള്ള തരത്തിൽ തന്നെയാണ് സുശീല നിൽക്കുന്നത് കേട്ടോ. പക്ഷേ പണ്ടത്തെ അനുപമയോ പണ്ടത്തെ ഇന്ദ്രനോ അല്ല തനിക്ക് മുന്നിലുള്ളതെന്ന് സുശീലമ്മ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇനി ആയിരിക്കും ഇവരുടെ വിവാഹ ജീവിതം അങ്ങ് ആരംഭിക്കാൻ പോകുന്നത്. മാത്രമല്ല സുശീലയുടെ പതനവും അവിടെ തന്നെയായിരിക്കും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.